ആലുവ എടത്തലയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 35 പേർക്ക് പരിക്ക്. ആലുവയിൽ നിന്ന് പൂക്കാട്ടുപടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സെന്റ് തോമസ് ബസ്സും ആലുവ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, വലിയ ലോറിയാണ്, ബസ് മറിഞ്ഞാണ് കിടക്കുന്നത്. അത് വലിയ അപകടമാണ് ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു 2:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഈ അപകടത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ബസ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നു എന്ന നിലയിലാണ്. അതായത് വലിയ ടിപ്പർ ലോറി, ടോറസ് ലോറിയാണ് ഈ ബസ്സിൽ ഇടിച്ചു കയറിയത്. ആലുവയിൽ നിന്ന് പൂക്കാട്ടിപടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സെന്റ് തോമസ് ബസ്സും ആലുവ ഭാഗത്തേക്ക് വരികയായിരുന്ന ഈ ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ബസ്സിലുണ്ടായിരുന്ന ഏതാണ്ട് 35 യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ എല്ലാവരെയും വിവിധ ആശുപത്രികളിലേക്ക് ഇതിനകം മാറ്റിയിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണ്. വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. നിയന്ത്രണം വിട്ട് ഈ ബസ്സിലേക്ക് ടോറസ് ലോറി ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ അപകടത്തിന്റെ ഒരു വല്ലാത്ത ആഘാതം എത്രയുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം അത്രത്തോളം ഈ ബസ്സിന്റെ മുൻഭാഗം ഏതാണ്ട് സമ്പൂർണമായി തന്നെ തകർന്നിട്ടുണ്ട്. അവിടെ നിന്ന് ട്രെയിനൊക്കെ എത്തിച്ചിട്ടു, വാഹനമൊക്കെ മാറ്റി ആ ഭാഗത്ത് ഗതാഗതം ഇപ്പോൾ ഏതാണ്ട് പഴയപടി ആകും വിധമുള്ള ക്രമീകരണങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വലിയ തോതിലുള്ള ഒരു അപകടം ഉണ്ടാക്കി എന്നതാണ്. അതിൽ ഒരാളുടെ നിലയാണ്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇപ്പോൾ ആശ്വസിക്കാൻ വകയുണ്ട് എന്നാണ് നമ്മൾ ആശുപത്രി അധികൃതരിൽ നിന്നും പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നത്. ലോറിയുടെ നിയന്ത്രണം വിട്ടതാണ് ഈ അപകടത്തിന് കാരണം. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? അത് ഈ ലോറിയുടെ നിയന്ത്രണം വിട്ടതാണ്. ലോറി നിയന്ത്രണം വിട്ട് ഈ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബസ്സും സാധാരണഗതിയിൽ തന്നെ ഉള്ള വേഗതയിലായിരിക്കുമല്ലോ. അതും ഈ അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. പക്ഷേ അത്ര വലിയ ഒരു ആഘാതം ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിലുള്ളൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ബസ് ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ തകർന്ന നിലയിലേക്ക് ആണ് ഉണ്ടായിരുന്നത്. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ മുൻഭാഗത്തുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു. അതിൽ ഏതാനും പേരുടെ, അതായത് ഒരു 10-15 പേരുടെ പരിക്ക് നിസ്സാര പരിക്കുകളാണ്. പക്ഷെ ഒരു 20ഓളം പേരുടെ പരിക്കുകളാണ്. കാര്യമായി പരിക്കേറ്റത് 20ഓളം പേർക്കാണ്. അതിൽ ഒരാളുടെ നിലയാണ് ഗുരുതരം എന്നാണ് ഇപ്പോൾ പോലീസ് ഏറ്റവും ഒടുവിൽ അറിയിക്കുന്ന കാര്യം. അപ്പോൾ തന്നെ നാട്ടുകാരും മറ്റും ഇടപെട്ട് വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നു. അവരെ പെട്ടെന്ന് തന്നെ, അതായത് നിസ്സാര പരിക്കുള്ളവരെ അടക്കം സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ് അല്പം ഒരു ആശങ്ക. ബസിന്റെ ഡ്രൈവർ സീറ്റ് ഉള്ള ഭാഗം അപ്പാടെ തകർന്നു പോയിട്ടുണ്ട്. എന്താണ് ഡ്രൈവറുടെ ആരോഗ്യാവസ്ഥ? അത് ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. സമ്പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട്. ഇടിച്ച് അങ്ങോട്ടേക്ക് കയറുകയായിരുന്നു. അപകടം ഒഴിവാക്കാനായി സാധാരണഗതിയിൽ വെട്ടിക്കുകയാണ് ചെയ്യുക. ഇടത്തോട്ട് വെട്ടിച്ചു. പക്ഷേ ഡ്രൈവർ സീറ്റ് ഉൾപ്പെടുന്ന ഭാഗമടക്കം ലോറി ഇടിച്ചു കയറുകയായിരുന്നു. അത്ര വലിയ ലോറിയാണ്. അപ്പോൾ എത്ര ആഘാതം ഉണ്ടാക്കാൻ കഴിയും എന്ന ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തവുമാണ്. ഗുരുതരാവസ്ഥയുണ്ട് എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പക്ഷെ വേഗത്തിൽ തന്നെ നാട്ടുകാർ, മറ്റും ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളും എല്ലാവരും ഇടപെട്ട് വേഗത്തിൽ ഉണ്ടായിരുന്ന, അതായത് പരിക്കേറ്റ മുഴുവൻ ആളുകളെയും, അതായത് ഗുരുതര സ്വഭാവത്തിൽ പരിക്കേറ്റ ആളുകളെ അടക്കം വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഇതിന്റെ ആദ്യ ദൃശ്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ എത്ര വലിയ ആഘാതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ മുഴുവൻ ആളുകളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദഗ്ധ ചികിത്സ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് വേഗത്തിൽ തന്നെ എന്താണ് ഇപ്പോൾ പോലീസിൽ നിന്നും അവിടെയുള്ള നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അത് അക്കാര്യത്തിലുള്ളൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരാളുടെ നില, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ നില അല്പം ഗുരുതരമാണെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ എടത്തലയിലാണ് ബസ്സും ലോറിയും കൂട്ടിയിടിച്ച 35 പേർക്ക് പരിക്കേറ്റത്. ലോറിയുടെ നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലുവയിൽ നിന്ന് പൂക്കാട്ടുപടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത്.